Hello students, now let us discuss about the typical characteristics of transition elements. Transition elements ഒട്ടേറെ വ്യത്യസ്തമായ അവർക്ക് തനതായ ചില സ്വഭാവങ്ങൾ കാണിക്കാറുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ചില സ്വഭാവങ്ങളാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഒന്നിലധികം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന പ്രതിഭാസം, കേപ്പബിൾ ഓഫ് ഫോമിംഗ് കളേർഡ് കമ്പൗണ്ട്, അവരുടെ കമ്പൗണ്ട്സ് കളേർഡ് ആയിരിക്കും, എബിലിറ്റി ടു ഫോം കോംപ്ലക്സസ്, ധാരാളം കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും, കാറ്റലിറ്റിക് പ്രോപ്പർട്ടി, നിങ്ങൾ ഏതെങ്കിലും പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് മിക്കവാറും ട്രാൻസിഷൻ എലിമെന്റ്സ് ആയിരിക്കും, പാരാമാഗ്നറ്റിക് ബിഹേവിയർ. നമുക്കറിയാം ട്രാൻസിഷൻ എലിമെന്റ്സിന്റെ ഡെഫിനേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് കണ്ടെയ്ൻസ് ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ഡി സബ്ഷെൽ എന്ന്. സ്വാഭാവികമായിട്ടും ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ആകുമ്പോൾ അതിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ അത് പാരാമാഗ്നറ്റിക് ബിഹേവിയർ ആണ് കാണിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഹൊറിസോണ്ടൽ സിമിലാരിറ്റി. നമ്മൾ ട്രാൻസിഷൻ എലിമെന്റ്സിനെ പഠിക്കുന്ന സമയത്ത് ഓരോ സീരീസ് ആയിട്ടാണ് പഠിക്കുക, ഓരോ റോയിലെ ട്രാൻസിഷൻ എലിമെന്റ്സ് ആണ് പഠിക്കുക, 3D സീരീസ്, 4D സീരീസ്, 5D സീരീസ് എന്നുള്ള രീതിയിൽ. ഇതൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ട്രാൻസിഷൻ എലിമെന്റ്സിലേക്ക് ഇലക്ട്രോൺസ് ഇന്നർ ഡി സബ്ഷെല്ലിലേക്കാണ് ഫിൽ ആവുന്നത്. ആ ഡി സബ്ഷെല്ലിന്റെ ഷേപ്പ് എന്താന്ന് ചോദിച്ചാൽ, അത് ന്യൂക്ലിയസിന് അകന്നിട്ടാണ്, ആറ്റത്തിന്റെ ബൗണ്ടറിന്റെ അടുത്താണ്. ന്യൂക്ലിയസിന് അകന്നിട്ട് ആറ്റത്തിന്റെ ബൗണ്ടറിന്റെ അടുത്തു. അപ്പൊ എന്താ സംഭവിക്കുക, ഡി ഓർബിറ്റലിലെ ഇലക്ട്രോൺസ് ചുറ്റുവട്ടത്തിലുള്ള ആറ്റത്തിന്റെ ഇലക്ട്രോൺസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യും. അതിന്റെ കാരണത്താലാണ് ഇത്തരത്തിലുള്ള പ്രവണത ഉണ്ടാവുന്നത്. രണ്ടാമത്തെ ഫാക്ടർ, അതിനകത്ത് ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ഡി സബ്ഷെൽ ആണ്. ട്രാൻസിഷൻ എലിമെന്റ്സിന്റെ ഡി സബ്ഷെൽ ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, അതുകൊണ്ട് തന്നെ ധാരാളം എംപ്റ്റി ഓർബിറ്റൽസ് ഉണ്ടാവും. ഇതാണ് ടിപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക്. ട്രാൻസിഷൻ എലിമെന്റ്സിന്റെ തനതായ പ്രോപ്പർട്ടിക്കുള്ള കാരണം ഈ രണ്ട് ഫാക്ടറാണ്. ഓക്കെ, ഇനി നമുക്ക് ട്രാൻസിഷൻ എലിമെന്റ്സിന്റെ മെറ്റാലിക് ക്യാരക്ടറിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എല്ലാ ട്രാൻസിഷൻ എലിമെന്റ്സും വളരെ ശക്തമായ മെറ്റാലിക് ക്യാരക്ടേഴ്സ് ആണ് കാണിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു മെറ്റലിനെ കുറിച്ച് ആലോചിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഈ ട്രാൻസിഷൻ എലിമെന്റ്സിന്റെ മെറ്റൽസ് ആയിരിക്കും. ഇരുമ്പ്, കോപ്പർ, ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരിക. അല്ലാതെ പൊട്ടാഷ്യം, സോഡിയം, ഇതല്ല. നമുക്കറിയാം പൊട്ടാഷ്യം, സോഡിയം ഒക്കെ ആൽക്കലി മെറ്റൽസ് ആണ്. കാൽഷ്യം, മെഗ്നീഷ്യം ഒക്കെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്. അവരെ മെറ്റൽ എന്ന് പറയാനുള്ള കാരണം they have a tendency to give the electron. അതാണ് മെറ്റാലിക് ക്യാരക്ടർ. ടെൻഡൻസി ടു ലൂസ് ഇലക്ട്രോൺ ഈസ് നോൺ ആസ് മെറ്റാലിക് ക്യാരക്ടർ. ഇലക്ട്രോ പോസിറ്റിവിറ്റിയാണ് മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ട്രാൻസിഷൻ മെറ്റൽസിൽ ശക്തമായ മെറ്റാലിക് ബോണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി ഒക്കെ വളരെ കൂടുതലായിരിക്കും. അവർ ഡക്ടൈലാണ്, മാലിയബിലിറ്റി ഉണ്ടാവും, അവരുടെ ടെൻസൈൽ സ്ട്രെങ്ത് വളരെ ഹൈ ആയിരിക്കും. അപ്പം ഇതൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദാറ്റ് ഈസ് ബിക്കോസ് ദേ ഹാവ് വെരി ഹൈ മെറ്റാലിക് ബോണ്ട് സ്ട്രെങ്ത്. വൈ ഡു ദ ട്രാൻസിഷൻ എലിമെന്റ്സ് ഹാവ് ഹൈ മെറ്റാലിക് ബോണ്ട് സ്ട്രെങ്ത്? അതിൻ്റെ കാരണം ഒന്ന്, ട്രാൻസിഷൻ എലിമെന്റ്സ് ഹാവ് റിലേറ്റീവ്ലി ലോ അയോണൈസേഷൻ എനർജി. അവരുടെ അയോണൈസേഷൻ എനർജി കമ്പാരിറ്റീവ്ലി കുറവാണ്. എസ് ബ്ലോക്ക് എലിമെന്റ്സിനേക്കാൾ സ്ലൈറ്റ്ലി ഹൈ ആണ്, പക്ഷേ പി ബ്ലോക്ക് എലിമെന്റ്സിനേക്കാൾ കുറവാണ്. ഇൻ ദെയർ ഔട്ടർ മോസ്റ്റ് ദർ ഈസ് ഓൺലി 1 or 2 ഇലക്ട്രോൺ. 1 or 2 ഇലക്ട്രോൺസ് മാത്രമേ ഔട്ടർ മോസ്റ്റിൽ. ഈ 2 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാൻ വളരെ ഹൈ അയോണൈസേഷൻ എനർജി ഒന്നും വേണ്ട. പക്ഷേ 2 ഇലക്ട്രോൺസ് മാത്രം ഉണ്ടായാൽ ശക്തമായ മെറ്റാലിക് ബോണ്ട് ക്യാരക്ടേഴ്സ് വരില്ല. മെറ്റാലിക് ബോണ്ട് ശക്തമാവാനുള്ള കാരണം, ദേ യൂസ് unpaired d electrons, because unpaired d electrons also participate in the bond formation. Unpaired ആയിട്ടുള്ള d electrons ബോണ്ട് ഫോർമേഷന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പം ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ മാത്രമല്ല, അൺപെയർഡ് ആയിട്ടുള്ള ഡി ഇലക്ട്രോൺസും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മെറ്റാലിക് ബോണ്ട് ഫോർമേഷൻ ആണ് ട്രാൻസിഷൻ
മെറ്റൽസിനകത്ത് കാണുക. ഇത് കാരണം തന്നെ ഇവരുടെ മെറ്റാലിക് ബോണ്ട് സ്ട്രെങ്ത് വളരെ ഹൈ ആയിരിക്കും. ഇനി ഇത് വളരെ കൃത്യമായ രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒന്ന് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ട്രാൻസിഷൻ എലിമെന്റ്സിലാണ്. ഇപ്പൊ നിങ്ങൾ മെൽറ്റിംഗ് പോയിന്റിന്റെ ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് ഓൾ എലിമെന്റ്സ് ഓഫ് ഡി ബ്ലോക്ക് ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് എക്സെപ്റ്റ് സിങ്ക്, കാഡ്മിയം ആൻഡ് മെർക്കുറി. സിങ്ക്, കാഡ്മിയം, മെർക്കുറി. പക്ഷെ നമുക്കറിയാം സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്തല്ല, ട്രാൻസിഷൻ എലിമെന്റ്സ് അല്ല. The high melting point of D block element is based on the strong metallic bond between their atoms. Higher the number of unpaired electrons, stronger will be the metallic bond. Thus, greater will be the melting point. അതിന്റെ കാരണം എന്താണ്? നിങ്ങൾ നോക്കിയാൽ മതി, ഈ ഗ്രാഫ് നടുക്കിലേക്ക് വരുന്ന സമയത്ത്, ട്രാൻസിഷൻ എലിമെന്റ്സിന്റെ നടുക്കിലേക്ക് വരുന്ന സമയത്ത് ഗ്രാഫ് ഉയരുന്നതായിട്ട് കാണാൻ പറ്റും. ഓരോ സീരീസിലും ഏറ്റവും ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ള എലിമെന്റ്സ് ആണ് ക്രോമിയം, മോളിബ്ഡിനം, ടങ്സ്റ്റൺ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് 5 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. D5 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു മെറ്റാലിക് ബോണ്ട് സ്ട്രെങ്ത് കൂടാനുള്ള കാരണം ഇറ്റ് ഈസ് ഡ്യൂ ടു ദി അൺപെയർഡ് ഡി ഇലക്ട്രോൺസ്. അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ പറ്റും. അതിൽ ആകെ ഉള്ള ഒരു എക്സെപ്ഷൻ മാംഗനീസും അതേമാതിരി തന്നെ ടെക്നീഷ്യവുമാണ്. ബാക്കിയുള്ള എല്ലാ എലിമെന്റ്സും ഡി ബ്ലോക്കിലെ അൺപെയർഡ് ഇലക്ട്രോൺസ് കൂടുന്നതിനനുസരിച്ച് മെറ്റാലിക് ബോണ്ട് സ്ട്രെങ്ത് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അത് ആ ട്രെൻഡ്, മെറ്റാലിക് ബോണ്ട് സ്ട്രെങ്ത്തിന്റെ ട്രെൻഡ് റിഫ്ലക്ട് ചെയ്യുന്നത് മെൽറ്റിംഗ് പോയിന്റിലാണ്. അപ്പം ക്രോമിയം, മോളിബ്ഡിനം, ടങ്സ്റ്റൺ വരെ വളരെ ഹൈ ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് കാണുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺസ് പെയർഡ് ആവുകയാണ്. അപ്പം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് കുറയുകയാണ്. അപ്പം നമ്മളിതാ സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഈ കേസ് നമ്മൾ പിന്നെ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യും. അവിടെ മനസ്സിലാക്കണം, അതിനകത്ത് ഡി സബ് ഷെല്ല് അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഇല്ലാത്തൊരു സംഗതി നിങ്ങൾ മനസ്സിൽ നിന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. Now let us look into the variation of enthalpy of atomization along the series. Enthalpy of atomization എന്ന് പറഞ്ഞാൽ enthalpy change when one mole of bond is completely broken to obtain the atoms in the gaseous phase. Transition elementsനെ സംബന്ധിച്ചിടത്തോളം enthalpy of atomization is actually equal to enthalpy of sublimation. Enthalpy of atomization ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ ബോണ്ട് സ്ട്രെങ്ത് കൂടുതലായത് കാരണം പൊതുവെ കൂടുതലായിരിക്കും. ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് എ മാക്സിമ ഈസ് ഒബ്റ്റെയിൻഡ് അറ്റ് ദ മിഡിൽ ഓഫ് ഈച്ച് സീരീസ്. ദിസ് ഫിനോമിന ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓൺ ദ ബേസിസ് ദാറ്റ് പെനൾട്ടിമേറ്റ് ഡി സബ്ഷെൽ ഇലക്ട്രോൺസ് ആൻഡ് ദ അൾട്ടിമേറ്റ് NS electrons have almost similar energy. Hence, unpaired n-1 d subshell electrons participate in interatomic interaction, thereby increasing the enthalpy of atomization. Stronger interatomic interaction. n-1 d subshell electronsum ns electronsന്റെ എനർജി ഓൾമോസ്റ്റ് സിമിലർ ആയത് കാരണം അൺപെയർഡ് ആയിട്ടുള്ള ഡി സബ്ഷെല്ല് ഇലക്ട്രോൺസ് ബോണ്ട് ഫോർമേഷന് പങ്കെടുക്കുന്നത് കാരണം എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ കൂടുന്നു. ഇനി എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നിർണ്ണയിക്കുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ട്രാൻസിഷൻ എലിമെൻസിൻ്റെ റിയാക്ടിവിറ്റീനെ നിശ്ചയിക്കുന്നതാണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഇതിനെക്കുറിച്ച് നമ്മൾ പിന്നെ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യും. ഇനി ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സംഗതിയും കൂടി മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് റോനേക്കാൾ കൂടുതലാണ് പൊതുവെ സെക്കൻഡ് റോയിൻ്റെ എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ. തേർഡ് റോൻ്റെയാണ് ഏറ്റവും കൂടുതൽ. തേർഡ് റോ, സെക്കൻഡ് റോൻ്റെയൊക്കെ എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ കൂടാനുള്ള കാരണം അതിനകത്ത് കൂടുതൽ ഇന്റർ അറ്റോമിക് ഇന്ററാക്ഷൻ കൂടുതലാണ്, മെറ്റാലിക് ബോണ്ട് സ്ട്രെങ്ത് കൂടുതലാണെന്ന് മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ്റെ ഗ്രാഫ് എന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ.
Now let us look into the trends in atomic radii. ട്രാൻസിഷൻ എലിമെൻസിൻ്റെ അറ്റോമിക് റേഡിയായി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെറ്റാലിക് റേഡിയായി ആണ്. ഓക്കെ, മെറ്റാലിക് ലാറ്റിസിലുള്ള തൊട്ടടുത്തുള്ള അഡ്ജസൻറ്റ് രണ്ട് ആറ്റത്തിൻ്റെ ഹാഫ് ഓഫ് ദ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മെറ്റാലിക് റേഡിയായി എന്ന് പറയുന്നത്. അറ്റോമിക് റേഡിയായി ഓഫ് ദ ട്രാൻസിഷൻ എലിമെൻറ്റ്സ് ലൈ ബിറ്റ്വീൻ ദോസ് ഓഫ് എസ് ആൻഡ് പി ബ്ലോക്ക് എലിമെൻറ്റ്സ്. നമ്മൾ ആ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു യു ഷേപ്ഡ് ഗ്രാഫാണ് കാണാൻ പറ്റുക, ഏകദേശം ഒരു യു ഷേപ്ഡ്. ആദ്യം അറ്റോമിക് റേഡിയൈസ് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും വിത്ത് ഇൻക്രീസ് ഇൻ ദി അറ്റോമിക് നമ്പർ. നടുക്കിലെത്തുന്ന സമയത്ത് ദ ഡിക്രീസ് ഇസ് വെരി സ്മോൾ. അവസാനത്തേക്ക് ദർ ഇസ് എ സ്ലൈറ്റ് ഇൻക്രീസ് ഇൻ ദി atomic radii. Atomic radii of the transition elements lie in between those of S and P block elements. Atomic radii of D block elements decrease with increase in the atomic number. Then it almost becomes same. At the end of the period, there is a slight increase in the atomic radii. Now, what is the reason? ഇവിടെ നോക്കൂ, electrons are filled in the n-1 D subshell. D subshellന്റെ ഷേപ്പ് കുറച്ച് ചെതറിക്കിടക്കുകയാണ്. ഇറ്റ്സ് സ്ലൈറ്റ്ലി ഡിഫ്യൂസ്ഡ്. ഹെൻസ്, സിൻസ് ദി ഇലക്ട്രോൺസ് ആർ ഇന്നർ ഇലക്ട്രോൺസ് ഇൻ ദ D subshell, ദ സ്ക്രീനിങ് എഫക്റ്റ് ഈസ് ലോ. ഓരോ ഇലക്ട്രോൺസ് വെച്ച് നിറയുന്ന സമയത്ത് സ്ക്രീനിങ് എഫക്റ്റ് കുറവായിരിക്കും. സ്ക്രീനിങ് എഫക്റ്റ് കുറയുമ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും. അപ്പോൾ അതാണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്ന കാരണമാണ് അറ്റോമിക് റേഡിയസ് ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ദി അറ്റോമിക് നമ്പർ. ഇനി മിഡ്വേ എത്തിക്കഴിഞ്ഞാൽ ടങ്സ്റ്റൺ, അതേമാതിരി തന്നെ ക്രോമിയം ഒക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പിന്നെ പെയറിങ് തുടങ്ങും. പെയറിങ് തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുക? ഷീൽഡിങ് എഫക്റ്റ് കൂടും. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതിന് ആനുപാതികമായിട്ട് തന്നെ ഷീൽഡിങ് എഫക്റ്റ് കൂടും. അപ്പോൾ ഷീൽഡിങ് എഫക്റ്റും ന്യൂക്ലിയർ ചാർജും ഒരേമാതിരി ഇൻക്രീസ് ചെയ്യുമ്പം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഇപ്പോൾ ക്രോമിയം കഴിഞ്ഞിട്ട് ഏകദേശം നിക്കിൾ വരെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ അവസാനത്തേക്ക് എത്തുന്ന സമയത്ത് ദർ ഇസ് എ സ്ലൈറ്റ് ഇൻക്രീസ് ഇൻ ദി അറ്റോമിക് റേഡിയൈ. അവസാനം എത്തുന്ന സമയത്ത് ദർ ഇസ് സ്ലൈറ്റ് ഇൻക്രീസ് ഇൻ ദി അറ്റോമിക് റേഡിയൈ ഡ്യൂ ടു ഫുള്ളി ഫിൽഡ് ഡി സബ്ഷെൽ. ഇപ്പോൾ കോപ്പറിലാണെങ്കിലും സിങ്കിലാണെങ്കിലും ഡി സബ്ഷെൽ ഫുള്ളി ഫിൽഡ് ആണ്. ഇപ്പോൾ ഡി സബ്ഷെൽ ഫുള്ളി ഫിൽഡ് ആവുന്ന സമയത്ത് ഷീൽഡിംഗ് എഫക്റ്റും നല്ല ശക്തമായിട്ടുണ്ടാവും. അതേമാതിരി തന്നെ ഇലക്ട്രോൺ റിപ്പൾഷൻ, ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷനും ഉണ്ടാവും. ഇത് രണ്ടും കൂടി അറ്റോമിക് സൈസിനെ കൂട്ടും. ഓക്കെ, ഇങ്ങനെ ഈ ഗ്രാഫ് കണ്ടാൽ മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷേ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സീരീസിലുള്ള ഡി ബ്ലോക്ക് എലിമെൻസിൻ്റെ അറ്റോമിക് സൈസ് തമ്മിലുള്ള വേരിയേഷൻ വളരെ കുറവാണ്. അത് നമ്മൾ എസ് ബ്ലോക്ക് എലിമെൻറ്റോ അല്ലെങ്കിൽ പി ബ്ലോക്ക് എലിമെൻ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വേരിയേഷൻ ഓഫ് അറ്റോമിക് റേഡിയസ് വിതിൻ എ സീരീസ് ഈസ് ക്വൈറ്റ് സ്മോൾ. ഇനി നമ്മൾ ഡൗൺ ദ ഗ്രൂപ്പ് നോക്കുകയാണ്. ഡൗൺ ദ ഗ്രൂപ്പ് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും 3Dന്ന് 4Dയിലേക്ക് പോകുന്ന സമയത്ത് സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, വെൻ യു കം ഡൗൺ ദ ഗ്രൂപ്പ് അറ്റോമിക് സൈസ് ഇൻക്രീസസ്. അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം അതിലേക്ക് പുതിയൊരു ഷെൽ ആഡ് ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ 3Dന്ന് 4Dയിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന മാതിരി തന്നെ സൈസ് കൂടുകയാണ് ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പിലുള്ള 4D സീരീസും 5D സീരീസിൻ്റെയും എലിമെൻറ്റ്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ യു വിൽ സീ ദാറ്റ് atomic radius of 4D series and 5D series are almost same. ഇപ്പോൾ ഇവിടെ സിർക്കോണിയം ഹോഫ്നിയത്തിൻ്റെ സൈസൊക്കെ ഓൾമോസ്റ്റ് സിമിലർ. നയോബിയം ടാൻറ്റലത്തിൻ്റെ സൈസ് സെയിം ആണ്. ഇതേമാതിരിയാണ് നിങ്ങളുടെ മോളിബ്ഡിനം, ടങ്സ്റ്റൺ, ഈ രീതിയിൽ അങ്ങനെ പോകുന്നത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അല്ലേ? ഇതെന്തുകൊണ്ടാണ്? ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ 5D സീരീസിൻ്റെ തൊട്ടു മുമ്പെയാണ് ലാന്തനൈറ്റ്സ്. ഇപ്പം ലാന്തനൈറ്റ്സിൽ ഇലക്ട്രോൺസ് ഫില്ലായി കഴിഞ്ഞിട്ടാണ് പിന്നെ 5D സീരീസ് തുടങ്ങുന്നത്. ലാന്തനൈറ്റ്സിൽ എവിടെയാണ് ഇലക്ട്രോൺസ് ഫില്ലാവുന്നത്? ലാന്തനൈറ്റ്സിൽ N-2 എഫ് സബ്ഷെൽ എന്ന് പറഞ്ഞാൽ 4F സബ്ഷെൽ, ആൻറ്റി പെനൾട്ടിമേറ്റ് സബ്ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺസ് നിറയുന്നത്. ഈ ആൻറ്റി പെനൾട്ടിമേറ്റ് എഫ് സബ്ഷെൽ ആയത് കാരണം അതിൻ്റെ ഷീൽഡിംഗ് എഫക്റ്റ് വളരെ മോശമാണ്.
അതുകൊണ്ട് ത്രൂ ഔട്ട് ലാന്തനൈഡ് സീരീസ് നിങ്ങൾക്ക് സൈസ് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ സൈസ് കുറഞ്ഞിട്ട് പിന്നെയാണ് നമ്മുടെ 5D സീരീസ് തുടങ്ങുന്നത്. ഹോഫ്നിയം, ടാൻറ്റലം. അപ്പം ഈ സൈസ് കുറഞ്ഞതിൻ്റെ ബാക്കി പത്രമാണ് 5D സീരീസിൽ റിഫ്ലക്റ്റ് ആവുന്നത്. അപ്പോൾ ലാന്തനൈഡ്സിൽ സൈസ് കുറയുന്ന ഈ പ്രതിഭാസത്തിനെ പറയുന്ന പേരാണ് ലാന്തനൈഡ് കൺട്രാക്ഷൻ. അപ്പം അത് മുമ്പിൽ വെച്ചിട്ട് വേണം നമ്മൾ സൈസിനെ കുറിച്ച് പറയാൻ. 5D സീരീസിൻ്റെ സൈസ് കുറഞ്ഞു പോകാനുള്ള കാരണം ലാന്തനൈഡ് കൺട്രാക്ഷൻ ആണ്. അപ്പം ആ ചോദ്യം ഉണ്ടല്ലോ, വൈ ദി അറ്റോമിക് സൈസ് ഓഫ് 4D സീരീസ് ആൻഡ് 5D സീരീസ് ആർ ഓൾമോസ്റ്റ് സെയിം. ഒറ്റ വാക്കിലുള്ള ഉത്തരമാണ് ലാന്തനൈഡ് കൺട്രാക്ഷൻ ഡ്യൂ ടു ദ കോൺസിക്വൻസ് ഓഫ് ലാന്തനൈഡ് കൺട്രാക്ഷൻ എന്ന്. ഇനി എന്തുകൊണ്ടാണ് ലാന്തനൈഡ് കൺട്രാക്ഷൻ സംഭവിക്കുന്നത്? ദാറ്റ് ഈസ് ഡ്യൂ ടു എ വെരി പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് 4f subshell electrons. Okay.